എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മളെ മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും പറയുന്നു ഇനി നമ്മുടെ കുട്ടികൾ കേരളത്തിൽ ജീവിക്കില്ല, പലരും വിദേശത്തേക്ക് പോവുകയാണ്, നാട്ടിൽ കുട്ടികളില്ല, അങ്ങനെയൊക്കെ പ്രചരണം നടക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ വെറുതെ നമ്മളൊരു പ്രചരണം മാത്രമല്ല, അതിൽ കുറച്ച് യാഥാർത്ഥ്യവും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്നാൽ വെറുതെ നമ്മളിങ്ങനെ നാട് വിട്ടു പോവുകയോ അല്ല ദേശം വിട്ട് വിദേശത്ത് പോവുകയോ ഒക്കെ ചെയ്യുന്നതല്ല. നമ്മുടെ ജാതകത്തിൽ അതിനുള്ള ഒരു യോഗം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ നാട് വിട്ടു പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ സാധാരണ ജ്യോതിഷം അല്പം അറിയുന്ന ആളുകൾക്കൊക്കെ എളുപ്പം മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലാണ് പറയുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാം, അതാണ് നല്ലത്. അപ്പോൾ എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിയാണ് നമ്മൾക്ക് ഈ പറയുന്ന അന്യദേശവാസം, പ്രവാസം എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ യോഗത്തെ അവതരിപ്പിക്കുന്നത്. ഒന്ന് പ്രവൃത്തിപരമായത്, അല്ലെ, ധനപരമായതും പ്രവൃത്തിപരമായതുമായിട്ടുള്ള വിഷയങ്ങളിലേക്കാണ് നമ്മൾ അന്യദേശവാസത്തെ ചെയ്യുന്നത്. ഇതൊന്നും അല്ലാതെ നാട്ടിൽ ജീവിക്കാനുള്ള ആളുകൾ ചിലർ വിദേശത്ത് പോകാറുണ്ട്. അതാ കാരണം, നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് വിദേശത്ത് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ. നാട്ടിൽ ജീവിക്കാൻ അവർക്ക് എന്തൊക്കെയോ മാനസിക പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ട് വിദേശത്ത് പോകുന്നു. അതായത് നാട്ടിൽ വിലയില്ല എന്നുള്ള തരത്തിൽ വിദേശത്ത് പോകുന്നു എന്നുള്ളൊരു രീതിയും അതിനുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് ഈ നാട് വിട്ട് പോകുക എന്ന് പറയുന്നത് നല്ല യോഗമായിട്ട് പറയുന്നതല്ല, മോശ യോഗമായിട്ട് പറയുകയാണ്. അപ്പോൾ ഇന്ന് അമേരിക്കയിലേക്ക് പോവുക, അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക, ഉപജീവനം നടത്തുക, അവിടെ പോയി പഠിക്കുക എന്നൊക്കെ ഉള്ളത് ആളുകൾക്ക് വളരെ ഇഷ്ടമാണ്. കാരണം ഈ സുഖലോലുപത ഏറ്റവും കൂടുതലാണ് അവിടെ എന്നൊക്കെ പലരും ധരിക്കുന്നു. യാഥാർത്ഥ്യം പലതും അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ധരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകളുടെ ജാതകങ്ങളിൽ ഇത് എങ്ങനെ വ്യക്തമാക്കി കാണിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും അത് തുടർന്ന് കാണുക. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യം, നാട്ടിൽ ഗുണമില്ലാതിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ജാതകത്തിൽ എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 4-ാം ഭാവത്തെയാണ് അത് ശ്രദ്ധിക്കേണ്ടത്. അപ്പം 4-ാം ഭാവം എങ്ങനെയിരിക്കുന്നു എന്നുള്ളതാണ്. 4-ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രം, നമ്മുടെ പ്രദേശം എന്നൊക്കെ അർത്ഥം ചിന്തിക്കുക. നമ്മുടെ ദേശം, ജന്മദേശം ഒക്കെ 4-ാം ഭാവമാണ്. അപ്പോൾ 4-ാം ഭാവം ദുഷിച്ചിരിക്കുക, അവിടെ പാപഗ്രഹങ്ങൾ നിൽക്കുക മുതലായ ഫലങ്ങൾ, ഇപ്പം നാട്ടിൽ വലിയ ഗുണമുണ്ടാവില്ല എന്നൊരു അർത്ഥത്തെ ധ്വനിപ്പിക്കുന്നു എന്നാണ്. നാട്ടിൽ സുഖം ഉണ്ടാവില്ല, സുഖഭാവം കൂടിയാണ് 4-ാം ഭാവം. നാട്ടിൽ സുഖം ഉണ്ടാവില്ല എന്ന് തന്നെ ധരിക്കാം എന്നുള്ളതാണ് ഒന്ന് പറയുക. അപ്പോൾ 4-ാം ഭാവാധിപൻ നേഷ്ടസ്ഥാനത്ത് പോയി നിൽക്കുക എന്ന് പറയുന്നതും അതുപോലുള്ളൊരു വിഷയമാണ്. ഈ 4-ാം ഭാവത്തെ എടുത്തിട്ട്, അപ്പോൾ 4-ാം ഭാവത്തിൽ ശുഭഗ്രഹം അല്ല പാപഗ്രഹം തന്നെ നിൽക്കുകയും ആ ഗ്രഹത്തിന് ബലമുണ്ടാവുകയും കൂടി ചെയ്താൽ പോലും പലപ്പോഴും ഈ 4-ാം ഭാവം, നമ്മുടെ ദേശം, നമുക്കൊരു സുഖകരമായിട്ട് തോന്നാറില്ല എന്നിരിക്കെ ആ കാരണം കൊണ്ട് അവർ അന്യദേശത്തേക്ക് പോകുന്നു എന്നുള്ള ഒരു ഭാഗം. പിന്നെ രണ്ടാമത്തെ കാര്യം, അവർ പഠിച്ച വിഷയങ്ങൾക്ക് നാട്ടിൽ പ്രസക്തിയില്ലാതെ വരുമ്പോഴും അവർ വിദേശത്തേക്ക് പോകേണ്ടി വരും, അല്ലേ? അപ്പോൾ നമ്മളുടെ വിദ്യയും അതുപോലെ തന്നെ കർമ്മഭാവവും ബന്ധപ്പെടുത്തി നോക്കേണ്ടതാണത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 4-ാം ഭാവവുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ 4-ാം ഭാവത്തിൽ അതിൽ പാപബന്ധിതങ്ങളായിരിക്കുമ്പോൾ തന്നെയാണ് വീണ്ടും ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോഴും നമുക്ക് ഇത് സ്ഥൂലമായിട്ടാണ്, സൂക്ഷ്മമായിട്ടാണെങ്കിൽ വേറെ പല പദ്ധതികളും നോക്കേണ്ടതുണ്ട്, ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ 4-ാം ഭാവത്തിൽ പാപബന്ധിതമായി വരുമ്പോൾ അത്തരം യോഗങ്ങൾക്ക് കൂടുതൽ പ്രസക്തി ഉണ്ടാകുന്നു. അപ്പോൾ 4-ൽ പാപബന്ധം വരുമ്പോഴാണ്
പൊതുവെ പറയാം. ഇനി 4-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ എന്ന് പറയുന്നതിലുപരി മറ്റൊരു വിഷയം കൂടി പറയുന്നത്, 4-ാം ഭാവത്തിൽ സൂര്യൻ എപ്പോഴും പ്രവാസ യോഗത്തെ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണെന്നാണ് പറയുന്നത്. 4-ാം ഭാവത്തിലെ സൂര്യൻ, അങ്ങനെ ഒരു യോഗമുണ്ട്. ഇനി 4-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ നിൽക്കണമെന്നില്ല, 4-ാം ഭാവത്തിലേക്ക് സൂര്യൻ നോക്കുമ്പോഴും യോഗമുണ്ടാകാം. പക്ഷെ അപ്പോൾ 4-ല് ആ പ്രവാസത്തെ കൊടുക്കാനുള്ള ഒരു പാപഗ്രഹം അവിടെ ഉണ്ടാവണം എന്നുള്ള ന്യായവും കൂടി വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കുക. പിന്നെ കന്യരാശി ലഗ്നമായി കഴിഞ്ഞാലും കന്യരാശി ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാലും പ്രവാസത്തെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും യോഗങ്ങളെ നമുക്ക് ഒരു വിലയിരുത്തി കഴിഞ്ഞാലൊക്കെ ഒരു പരിധിവരെ ഇത് ഉറപ്പിക്കാം. ലഗ്നാധിപൻ്റെ അനിഷ്ടസ്ഥിതി, ലഗ്നാധിപൻ്റെ പാപബന്ധിസ്ഥിതി, ഇതൊക്കെ ഇത്തരത്തിലുള്ള ദോഷങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. പിന്നെയോ രാഹുകേതുക്കളുടെ ബന്ധം, രാഹുകേതുക്കളുടെ ദശാപഹാരങ്ങൾ, അതിൻ്റെ ബന്ധം, രാഹുകേതുക്കൾക്ക് ആശ്രയം കൊടുക്കുന്ന ഗ്രഹത്തിൻ്റെ ദശ മുതലായ യോഗങ്ങളുമൊക്കെ ഈ പറയുന്ന പ്രവാസ യോഗത്തിന് കാരണമാകും. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇത്തരം യോഗങ്ങളെ കൂടാതെ ചില ആളുകൾ നാട്ടിൽ തന്നെ ജോലി വേണമെന്ന് ശഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ ജോലി വേണം എന്ന് പറയാം. അപ്പം അവർക്ക് നാട്ടിൽ നല്ല ജോലി കിട്ടാതിരിക്കുകയും അവർ ഈ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുമ്പോൾ എളുപ്പം കിട്ടുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ ജാതകത്തിൽ അവർക്ക് ഈ പറഞ്ഞ ഒറ്റ ദോഷം കാരണം നാട്ടിൽ ബലം പിടിക്കാതെ, ഗതി പിടിക്കാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പം അവർ തിരിച്ചറിയേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് സ്കോപ്പുള്ളത് ഇവിടെ അല്ല എന്നുള്ളത് തന്നെയാണ്. ഞാനതിന് വളരെ രസകരമായിട്ടുള്ളൊരു ഉദാഹരണം എപ്പോഴും പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാഴക്കൃഷി ഏറ്റവും കൂടുതലുള്ള നാട്ടിൽ ആ വാഴപ്പഴത്തിന് വലിയ വിലയുണ്ടാവില്ല. അത് കുറച്ച് ടൗണിൽ കൊണ്ട് കൊടുക്കുമ്പോഴാണ് അതിന് വിലയുണ്ടാവുന്നത് എന്ന് പറയുന്ന പോലെ അവിടെ അതിന് വാല്യൂ ഉള്ളതെങ്കിൽ ഇല്ലെങ്കിൽ ഉള്ള ദിക്കിൽ കൊണ്ടുപോയിട്ട് അത് വിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗം. നമുക്കിഷ്ടമുള്ള ദിക്കിൽ വിറ്റ് കഴിഞ്ഞാൽ അതിന് വില കിട്ടില്ല എന്നതുകൊണ്ട് വിലയുള്ള ദിക്കിൽ വിൽക്കുക, അതാണ് അതിൻ്റെ ഒരു വിശേഷം. അപ്പോൾ അതിന് ശ്രമിക്കാനാണ് ഈ പറയുന്നത്. അപ്പോൾ അവർക്ക് നാട്ടിൽ നിൽക്കാൻ യോഗമില്ല എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം അവർ വിലയുള്ള ദിക്കിൽ വിൽക്കണം, ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നിസ്സാരമായിട്ടുള്ള വിലയിൽ അവരതുകൊണ്ട് അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവിട്ട പണം പിന്നെ അവർക്ക് ലാഭമില്ല എന്നുള്ളൊരവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? വിലയുള്ള ദിക്കിൽ വിൽക്കുക. നമ്മുടെ സേവനമായിക്കോട്ടെ, ഒരു വസ്തു ആയിക്കോട്ടെ, വിലയുള്ള ദിക്കിൽ വിൽക്കപ്പോഴല്ലേ അതിന് വില കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ അത്ര ഗുണങ്ങൾ അനുഭവിക്കാൻ യോഗമില്ലാത്ത ആളുകൾ വിദേശത്ത് പോകുന്നത് തന്നെയാണ് നല്ലത്. വളരെ ഗുണം അവർക്കുണ്ടാകും. കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ്, നാട്ടിൽ കടം നല്ലവണ്ണം കൂടിയിട്ട് കടക്കാരനായതുകൊണ്ട് അമേരിക്കയിലേക്ക് പോയി അവിടെ കോടീശ്വരനായ ഒരാളുടെ കഥ നമ്മുടെ സഞ്ചാരം TV-യിൽ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം പറയണ്ടായി. ഞാൻ പറയുന്നത് അതിന് കാരണം നാട്ടിൽ അതിന് വിലയുണ്ടാവില്ല, പകരം വിദേശത്ത് അതിന് വാല്യൂ ഉണ്ടാവും. അവർ ചെയ്യുന്ന ഏത് തരം കാര്യങ്ങളായാലും ഒരിടത്ത് അതിന് വിലയില്ലെങ്കിൽ മറ്റൊരിടത്ത് വിലയുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ അംശകങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ഒരു വിലയിരുത്തണം എന്ന് പറയും. അംശകങ്ങൾ നോക്കുമ്പോൾ വിലയിരുത്തുമ്പോൾ ചതുർത്ഥാംശവും അതുപോലെ തന്നെ ദശാംശവും നോക്കി അതിനെ വിലയിരുത്തണം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ചതുർത്ഥാംശം നന്നായിട്ട് D4 അതുപോലെ D10 ഇത് രണ്ടും നോക്കി വിലയിരുത്തണം എന്നാണ് പറയുക. അപ്പോൾ അത് രണ്ടും വിലയിരുത്തിയ ശേഷം ഇത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് എത്താൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ചുകൂടി പഠിച്ച ആളുകൾക്ക് ഇത് പറ്റുള്ളൂ. സാധാരണ ഗ്രഹസ്ഥിതി അറിയുന്ന നമുക്ക് അത് മനസ്സിലാകണമെന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണുമ്പോഴേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.